രാവിലെ തെങ്ങിൻ്റെ ചൂട് വരുന്നു പോട്ടെ. ഞാൻ പറയാം ഇന്നലെ തേങ്ങ വീഴുന്ന ഒച്ച പോലെ ഉണ്ട് കേട്ടു. ഞങ്ങൾ ഇന്നലെ രാത്രി പറഞ്ഞുകൊണ്ട് കിടക്കുമായിരുന്നു അമ്മേ നാളെ പുട്ടുണ്ടാക്കണേ തേങ്ങ ഇല്ലല്ലോ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ കിടന്നു. അത് രണ്ട് ശകലം തേങ്ങ ഒരു 3, 5, 8, 10 കിടപ്പുണ്ട്. പക്ഷേ തേങ്ങ ഈ മഴയത്ത് തേങ്ങ ഇടിയിലാരും വരത്തില്ലല്ലോ. ചുമ്മാ ഒന്ന് പോയി നോക്കട്ടെ. വല്ലതും കിട്ടിയെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് രാവിലെ പുട്ടുണ്ടാക്കാം. ഇല്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും വല്ല ഗോതമ്പ് ദോശയോ എല്ലാം ഉണ്ടാക്കും. എന്തായാലും ഞാൻ പോയി നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ആ ഒരു പോലെ തേങ്ങ ഒടിഞ്ഞിട്ടുണ്ട് മോനെ. അങ്ങോട്ട് നോക്കി. ഈ തെങ്ങയിലാണോ? അല്ല ഇതല്ല അത് പൊടിഞ്ഞു കിടക്കുന്നുണ്ടോ? രണ്ടെണ്ണം മാത്രം അവശേഷിക്കുന്നു. ചിലപ്പോൾ കാണുമായിരിക്കും. രാത്രി സൗണ്ട് ഉണ്ടായിരുന്നു. ചെറിയ രീതിയിൽ മഴ രാവിലെ ഉണ്ട് കേട്ടോ. ഇപ്പം എന്നെ കാണാൻ തുടങ്ങും. ഉണ്ടോ? ഒന്ന് കിടച്ചു. രണ്ടേ ഉള്ളോ? ആണ്ടേ ഇതൊക്കെ പേട്ടല്ല. ഞങ്ങൾക്ക് ആവശ്യത്തിന് 3-4 ദിവസത്തെ തേങ്ങ കിട്ടി. തെങ്ങ് തന്നെ തന്നു തേങ്ങ. ഏതായാലും ഇന്നലത്തെ പ്രാർത്ഥന ഏറ്റെന്ന് തോന്നുന്നു. തെങ്ങ് തന്നെ കനിഞ്ഞ് അനുഗ്രഹിച്ചത് 4 തേങ്ങ തന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് 3-4 ദിവസത്തിനുണ്ട്. ഇതെന്തായാലും ഒന്ന് സന്തോഷത്തോടെ പുട്ടുണ്ടാക്കി കൊടുക്കാൻ ചെറുക്കനെ. കുറേ ദിവസം കൊണ്ട് പുട്ടുണ്ടാക്കണം വിചാരിച്ചത്. തേങ്ങ വേണം പുട്ടുണ്ടാക്കണമെങ്കിൽ. അതിൽ ഒത്തിരി സങ്കടം. ദൈവമേ രാവിലെ എവിടെ പോയി തേങ്ങ മേടിക്കും. അവനോട് പറഞ്ഞു വിട്ടിട്ടുണ്ട് ഒരു തേങ്ങ മേടിച്ചുകൊണ്ട് വരണമെന്ന്. ഇപ്പം അവൻ്റെ സ്വഭാവത്തിന് അവൻ ജിമ്മിൽ നേരിട്ട് വണ്ടിയിൽ ഇഞ്ഞ് പോരത്തുള്ളൂ. തേങ്ങ അവൻ കൊണ്ടിരത്തില്ല. ഇനിയിപ്പോൾ സന്തോഷമായി ഞങ്ങൾക്ക് തേങ്ങ കിട്ടിയതിന് ചിരി. നമുക്ക് പുട്ടൊക്കെ ഉണ്ടാക്കി ഇന്ന് ഞങ്ങൾ തകർക്കും പുട്ടുണ്ടാക്കി കണ്ടോ.